ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ. പാരായണത്തിനിടക്ക് നിർത്തി ഒരു പദം മുതൽ പാരായണം വീണ്ടും പുനരാരംഭിക്കുക, ഇബ്തിദാ ചെയ്യുക, അല്ലെങ്കിൽ അഊദും ബിസ്മിയൊക്കെ ഓതിക്കൊണ്ട് പാരായണം ആരംഭിക്കുക, തുടങ്ങുക. ഇത് രണ്ടായിരുന്നാലും സാങ്കേതികമായി ഇതിന് അൽ ഇബ്തിദാ എന്ന് പറയും. വഖഫ് പോലെ പ്രധാനമാണ് ഇബ്തിദാ, നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളും അറിഞ്ഞു. ഇബ്തിദാ രണ്ടെണ്ണമാണ്: ഇബ്തിദാ ഹസൻ, ഇബ്തിദാ ഖബീഹ്. ഹസൻ എന്നാൽ നല്ലത്, ശരിയായത്. ഖബീഹ് എന്നാൽ വിരൂപം, വികൃതം, മോശം, ചീത്ത എന്നൊക്കെ അർത്ഥമാണ്. ഒന്നാമത്തെ ഇബ്തിദാ ഹസൻ, അതിൻ്റെ ഹുക്മ് യജൂസു, അത് അനുവദനീയമാണ്, യജൂസുൽ ഇബ്തിദാ ബിഹി. രണ്ടാമത്തേത് അനുവദനീയമല്ലാത്തതാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇബ്തിദാ ഹസൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ ഇബ്തിദാ ബികലാമി മുസ്തഖില്ലിൻ ഫിൽ മഅന ബിഹൈസു ലാ യുഗയ്യിറു മാ അറാദഹു അല്ലാഹു തആല. സ്വതന്ത്രമായി, ആശയപരമായി പൂർണ്ണമായ ഒരു വാചകം മുതൽ പാരായണം തുടങ്ങുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച അർത്ഥം മാറിപ്പോവാത്ത വിധത്തിലാവണം ആരംഭിക്കൽ. ആ നിലക്ക് ഖുർആൻ പാരായണം തുടങ്ങുക, ആരംഭിക്കുക, അല്ലെങ്കിൽ നിർത്തിയെടുത്ത് നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ നിന്നോ ഒക്കെ പുനരാരംഭിക്കുകയോ എന്തായിരുന്നാലും ഇതാണ് ഇബ്തിദാ ഹസൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല, അത്രക്ക് കാര്യം വ്യക്തമായതുകൊണ്ട് തന്നെ. എവിടെ നിന്നും തെറ്റുകൂടാത്ത, വികലമായ അർത്ഥം വരാത്ത വിധത്തിലുള്ള പാരായണത്തിന് തുടക്കം കുറിക്കൽ. രണ്ടാമത്തെ ഇനമാണ് അൽ ഇബ്തിദാ ബികലാമിൻ യുഫ്സിദുൽ മാന ഔ യുഹീലുഹു വയുഗയ്യിറുഹു വഹാദാ യതഫാവതു ഫിൽ ഖുബ്ഹ്. അർത്ഥത്തെ പൂർണ്ണമായും കുഴപ്പത്തിലാക്കുന്ന, മാറ്റിക്കളയുന്ന, അല്ലെങ്കിൽ വിപരീതമായ അർത്ഥം നൽകുന്ന വിധത്തിലൊക്കെയുള്ള ഇബ്തിദാ, പാരായണം തുടങ്ങുക എന്നത്. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അർത്ഥത്തെ പൂർണ്ണമായും മാറ്റിക്കളയുന്നതാണ്, അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥം നൽകാത്ത വിധത്തിലുമായിരിക്കും. ഇത് ചിലത് മറ്റ് ചിലതിനേക്കാൾ ഖുബ്ഹിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ മോശമായ കാര്യത്തിൽ ഏറ്റപ്പറ്റ് പുലർത്തുന്നു. ഒന്ന് കൂടുതൽ ഖബീഹാകും, ഒന്ന് അതിനേക്കാൾ അഖ്ബഹായിരിക്കും, അല്ലെങ്കിൽ ഖുബ്ഹ് കുറച്ച് കുറഞ്ഞതാകും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാകും. അത് ആ സ്ഥാനത്തിനർത്ഥ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പാരായണം തുടങ്ങുന്ന പദത്തിൻ്റെ മോശമായ അർത്ഥം വരുന്ന വിധത്തിലാകുന്ന ആ അവസ്ഥക്കനുസരിച്ച്. ഉദാഹരണമായി, ഒരാൾ യദുല്ലാഹി മഗ്ലൂല എന്ന് പാരായണം ചെയ്താൽ അത് ഗുരുതരമായ അർത്ഥമാണ്. അള്ളാഹുവിൻ്റെ കൈകൾ ബന്ധിതമാണ്, ബന്ധിക്കപ്പെട്ടതാണ് എന്നർത്ഥം വരുന്ന വിധത്തിൽ അങ്ങനെ ആരംഭം കുറിക്കാൻ പറ്റുകയില്ല. ആദ്യം മുതൽ തന്നെ, ആ വചനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ചേർത്ത് പാരായണം ചെയ്യേണ്ടതാണ്. സൂറത്തുൽ മാഇദ 64-ാമത്തെ വചനം. അതുപോലെ സൂറത്തുൽ മുംതഹിനയുടെ തുടക്കത്തിൽ യുഖ്രിജൂന റസൂല വ ഇയ്യാകും അൻ തുഅ്മിനു, അവിടെ വ ഇയ്യാകും അൻ തുഅ്മിനു എന്നെടുത്ത് ഓതുമ്പോൾ മോശമായൊരർത്ഥം അവിടെ സങ്കല്പിച്ചു പോകാൻ സാധ്യതയുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹി വഖാലത്തിൻ നസാറൽ മസീഹു ഇബ്നുല്ലാഹ്, സൂറത്തു തൗബ 30. അവിടെ ഒരാൾ ഉസൈറുൻ ഇബ്നുല്ലാഹ് എന്നെടുത്തോതുമ്പോൾ അതൊരു സ്വതന്ത്രമായ വാചകമായി സങ്കല്പിച്ച് ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് തെറ്റായൊരർത്ഥം ശ്രോതാവ് മനസ്സിലാക്കാനിടയുണ്ട്. അങ്ങനെ ഇബ്തിദാ ചെയ്യുന്നത് തെറ്റാണ്, ശരിയല്ല. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരത്തിൽ അർത്ഥത്തെ മാറ്റിക്കളയുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥം നൽകാത്ത വിധത്തിലോ മറ്റോ ഒക്കെ പാരായണം തുടക്കം കുറിക്കലാണ് ഇബ്തിദാ ഖബീഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ
ഖബീഹായ ഇബ്തിദാ വരാതെ ശരിയായ വിധത്തിൽ പാരായണം ചെയ്യണം.